പണ്ട് ഉരുൾപൊട്ടുന്ന കുന്നുകൾക്കും തിളങ്ങുന്ന നദിക്കുമിടയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ രോഹൻ എന്നു പേരുള്ള ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. അവിശ്വസനീയമായ ജിജ്ഞാസയ്ക്കും സാഹസികതയോടുള്ള ഇഷ്ടത്തിനും പേരുകേട്ടയാളായിരുന്നു രോഹൻ. അവൻ എപ്പോഴും പര്യവേക്ഷണം ചെയ്തു, മരങ്ങൾ കയറുന്നു, ഡിറ്റക്റ്റീവ് കളിക്കുന്നു, ചുറ്റുമുള്ള ലോകത്തിൻ്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ശ്രമിച്ചു. എന്നിരുന്നാലും രോഹന് ഒരു മോശം ശീലമുണ്ടായിരുന്നു. തനിക്കില്ലാത്ത കാര്യങ്ങൾ എടുക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. രോഹൻ കള്ളനാണെന്ന് തോന്നുന്നില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒന്ന് കണ്ടിട്ട് അതെടുത്തു. അവൻ പലപ്പോഴും ചന്തയിൽ നിന്ന് ആപ്പിൾ, സുഹൃത്തുക്കളിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ, കൂടാതെ ശ്രദ്ധിക്കാതെ വിട്ട നാണയങ്ങൾ പോലും തട്ടിയെടുക്കും. ഗ്രാമത്തിലെ ആളുകൾ അവരുടെ നഷ്ടപ്പെട്ട സാധനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ ഒരിക്കലും റോഹനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ വേഗമേറിയതും മിടുക്കനുമായി വളർന്നു. എല്ലായ്പ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കാൻ കൈകാര്യം ചെയ്തു. ഒരു ദിവസം ഗ്രാമത്തിൻ്റെ അരികിൽ അലഞ്ഞു തിരിയുമ്പോൾ റോഹൻ ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട ഒരു വീട്ടിൽ ഇടറി വീണു. ഐവിയുടെ കട്ടിയുള്ള തിരശ്ശീലയിൽ മറിഞ്ഞിരിക്കുന്ന വീട് വർഷങ്ങളായി തൊടാത്തതുപോലെയായിരുന്നു. കൗതുകത്തോടെ റോഹൻ അത് പര്യവേക്ഷണം ചെയ്യാൻ തീരുമാനിച്ചു. അവൻ അകത്തേക്ക് കയറുമ്പോൾ വിചിത്രവും അതിശയകരവുമായ വസ്തുക്കൾ നിറഞ്ഞ പൊടി പിടിപ്പിച്ച മറന്നുപോയ ഒരു മുറി അവൻ കണ്ടെത്തി. പുരാതന ഘടികാരങ്ങൾ, മനോഹരമായ പെയിന്റിങ്ങുകൾ, തിളങ്ങുന്ന ആഭരണങ്ങൾ നിറഞ്ഞ ഒരു പെട്ടി. റോഹന്റെ കണ്ണുകൾ അത്യാഗ്രഹത്താൽ വിടർന്നു. കയ്യിൽ കരുതാവുന്നത്ത ആഭരണങ്ങൾ പോക്കറ്റിൽ നിറച്ച് അവൻ വീട്ടിലേക്ക് ഓടി. ആവേശത്താൽ ഹൃദയമിടിപ്പ് കൂടി. അന്നു രാത്രി അവൻ തൻ്റെ കട്ടിലിനടിയിൽ അവയെല്ലാം ഒളിപ്പിച്ചു. അവൻ വാങ്ങാൻ കഴിയുന്ന എല്ലാ സാഹസികതകളും സ്വപ്നം കണ്ടു. പിറ്റേന്ന് രാവിലെ രോഹൻ തൻ്റെ ദിവസത്തിലേക്ക് തുടങ്ങിയപ്പോൾ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം കണ്ടെത്താനായില്ല. തുടർന്ന് അവൻ്റെ ഷൂസ് അപ്രത്യക്ഷമായി. ഉച്ചഭക്ഷണ സമയത്ത് അവൻ്റെ ലഞ്ച് ബോക്സ് പോലും കാണാനില്ല. ആശയക്കുഴപ്പത്തിലായ റോഹൻ നഷ്ടപ്പെട്ട സാധനങ്ങൾക്കായി തിരച്ചിൽ തുടങ്ങി. പക്ഷെ അവ എവിടെയും കണ്ടെത്താനായില്ല. ഗ്രാമവാസികളിൽ നിന്ന് എടുത്ത അതേ അദൃശ്യകരങ്ങൾ ഇപ്പോൾ അവനിൽ നിന്ന് എടുക്കുന്നത് പോലെ തോന്നി. അന്ന് വൈകുന്നേരം നിഗൂഢതയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവൻ മൃദുലമായ ശബ്ദം കേട്ടു. രോഹൻ, നിങ്ങൾ എടുത്തത് തിരികെ നൽകുക, അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ നേരിടുക. ഞെട്ടി ഉണർന്നു അവൻ എഴുന്നേറ്റിരുന്ന് ചുറ്റും നോക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇത് തൻ്റെ ഭാവന മാത്രമാണെന്ന് ബോധ്യപ്പെട്ട് അവൻ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ മന്ത്രിപ്പുകൾ കൂടുതൽ ഉച്ചത്തിൽ വർദ്ധിച്ചു. നിങ്ങൾ എടുത്തത് തിരികെ നൽകുക, അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ നേരിടുക. ഭയന്ന് വിറച്ച രോഹൻ പഴയ വീട്ടിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അവൻ അഴിച്ചു വെച്ചതെല്ലാം അഴിച്ചു മാറ്റാമെന്ന പ്രതീക്ഷയിൽ ആഭരണങ്ങളെല്ലാം ശേഖരിച്ച് യാത്രയായി. വീടിനുള്ളിൽ കടന്ന് ആഭരണങ്ങൾ ആ പെട്ടിയിൽ തിരികെ വെച്ചപ്പോൾ അയാൾക്ക് ഒരു വിചിത്രമായ ആശ്വാസം തോന്നി. കുശുകുശുപ്പുകൾ നിലച്ചു. അവൻ്റെ സാധനങ്ങൾ തിരിച്ചെത്തിയോ എന്നറിയാനുള്ള ആകാംക്ഷയോടെ അവൻ വേഗം വീട്ടിലേക്ക് മടങ്ങി. അവനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് നഷ്ടപ്പെട്ട സാധനങ്ങൾ അവയുടെ ശരിയായ സ്ഥലങ്ങളിൽ തിരിച്ചെത്തി. അവൻ്റെ കളിപ്പാട്ടം അവൻ്റെ കട്ടിലിൽ, അവൻ്റെ ഷൂസ് വാതിൽക്കൽ, അവൻ്റെ ഭക്ഷണപ്പെട്ടി അടുക്കള മേശപ്പുറത്ത്. ആശ്വാസവും താഴ്മയും തോന്നിയ റോഹൻ തൻ്റെ വഴികളുടെ തെറ്റ് മനസ്സിലാക്കി. തൻ്റേതല്ലാത്തത് എടുക്കുന്നത് കുഴപ്പമല്ലാതെ മറ്റൊന്നും വരുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അന്നു മുതൽ റോഹൻ സത്യസന്ധനായിരിക്കുമെന്നും മറ്റുള്ളവരുടെ വസ്തുവകകളെ ബഹുമാനിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. തൻ്റെ പ്രവൃത്തികളിൽ ക്ഷമാപണം നടത്തി അവൻ ഗ്രാമവാസികളിൽ നിന്ന് വാങ്ങിയ എല്ലാ സാധനങ്ങളും തിരികെ നൽകി. ഗ്രാമവാസികൾ ആശ്ചര്യപ്പെട്ടുവെങ്കിലും അവനോട് ക്ഷമിച്ചു. തങ്ങളുടെ സാധനങ്ങൾ തിരികെ ലഭിച്ചതിൽ നന്ദിയുള്ളവനും അവൻ്റെ മനംമാറ്റത്തിൽ മതിപ്പുളവാക്കിയതുമായി തോന്നി. റോഹൻ്റെ സാഹസങ്ങൾ തുടർന്നു. എന്നാൽ ഇപ്പോൾ എടുക്കുന്നതിന് പകരം കൊടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്താൻ സുഹൃത്തുക്കളെ സഹായിച്ചു, കടയുടമകളെ സഹായിച്ചു, കൂടാതെ ചെറിയ കുട്ടികൾക്കായി നിധിവേട്ട സംഘടിപ്പിച്ചു. സത്യസന്ധതയുടെയും ബഹുമാനത്തിൻ്റെയും പ്രാധാന്യം അവരെ പഠിപ്പിച്ചു. അങ്ങനെ റോഹൻ ഗ്രാമത്തിലെ പ്രിയപ്പെട്ട അംഗമായി തീർന്നു. അവൻ്റെ ജിജ്ഞാസയ്ക്കും സാഹസിക മനോഭാവത്തിനും മാത്രമല്ല, അവൻ്റെ സമഗ്രതയ്ക്കും ദയയ്ക്കും പേരുകേട്ടതാണ് അവനെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അവൻ്റെ കഥ ഒരു
ഇതിഹാസമായി മാറി. മുൻകാല തെറ്റുകൾ മാറ്റാനും തിരുത്താനും ഒരിക്കലും വൈകിയിട്ടില്ലെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. If you love to watch this video, you can like, share and subscribe.